നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടന്ന CH പ്രതിഭ ക്യൂസ് ജില്ലാതലം UP തരം ചോദിച്ച ചോദ്യങ്ങൾ കണ്ടു നോക്കാം. ചോദ്യം 1. ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിച്ച ഗ്ലോബൽ സുമത് ഫ്ലോറിയയുടെ ഭാഗമായി സ്വീഡിഷ് വംശജയായ കാലാവസ്ഥ പ്രവർത്തക ആരാണ്? ഉത്തരം ഗ്രേറ്റ തുംബർഗ്. അടുത്ത ചോദ്യം നോക്കാം. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പരസ്യ പ്രചാരണം അവസാനിക്കണം? അതായത് ഇലക്ഷനിലെ വോട്ടെടുപ്പ് അവസാനിപ്പിക്കുന്നതിന് അവസാനം എത്ര മണിക്കൂർ മുമ്പാണ് പരസ്യങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം 48 മണിക്കൂർ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സഹോദരൻ അയ്യപ്പനെ സഹോദരൻ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അപ്പോൾ സഹോദരൻ അയ്യപ്പനെ സഹോദരൻ എന്ന് ആദ്യമായിട്ട് വിളിച്ചത് ശ്രീനാരായണ ഗുരു ആണ്. രോഗപ്രതിരോധത്തിനും മറ്റും ആവശ്യമായ പോഷക ഘടകങ്ങളാണല്ലോ ജീവകങ്ങൾ. എന്നാൽ കൂടുതലും ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം D, അതായത് വൈറ്റമിൻ D. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ D. അടുത്ത ചോദ്യം. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. കറിയുപ്പിൻ്റെ രാസനാമം എന്താണ്? ചോദ്യം. കറിയുപ്പിൻ്റെ രാസനാമം എന്താണ്? ഉത്തരം സോഡിയം ക്ലോറൈഡ്. അടുത്ത ചോദ്യം. 1928 സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. അടുത്ത ചോദ്യം. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ജസ്റ്റിസ് B.R. ഗവായ്. അടുത്ത ചോദ്യം. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? അതായത് സ്കൂൾ ബസ് കറക്റ്റ് ടൈമിൽ വിട്ടോ, എവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് വന്ന ഒരു ആപ്പ് ഉണ്ട്. അതാണ് വിദ്യാവാഹൻ. അടുത്ത ചോദ്യം. ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 169 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ സ്ക്വയറാണ് 169. ഉത്തരം 13 മീറ്റർ. അടുത്ത ചോദ്യം കാലക്രമേണ എഴുതേണ്ടതാണ്. കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം, നിവർത്തന പ്രക്ഷോഭം, വൈക്കം സത്യാഗ്രഹം, മലബാർ കലാപം. 4 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആദ്യം നടന്നത് എന്ന രീതിയിലാണ് എഴുതേണ്ടത്. മലബാർ കലാപം എന്നാണ് 1921, വൈക്കം 1924, നിവർത്തനം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ നമുക്ക് അതിന് ഓർഡറിൽ എഴുതാമല്ലോ. അപ്പോൾ ആദ്യം ഏതാണ്? മലബാർ കലാപം 1921, രണ്ടാമത് വൈക്കം സത്യാഗ്രഹമാണ് 1924, നിവർത്തനം 1932. ഊഗുനി എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. 30, 31, 32. 30 ഉപ്പ് സത്യാഗ്രഹം, 31 ഗുരുവായൂർ, 32 നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ 1932 നിവർത്തന പ്രക്ഷോഭം, 36 ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം. ചാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ഗാന്ധിജി തൻ്റെ കൈസർ-എ-ഹിന്ദ് പദവി ഉപേക്ഷിച്ചു എങ്കിൽ ടാഗോർ തിരിച്ചു നൽകിയ ബഹുമതി ഏതാണ്? സർ പദവിയാണ് ടാഗോർ തിരികെ നൽകിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അന്തരീക്ഷ ഊഷ്മാവിനെ വർദ്ധിപ്പിക്കുന്ന എല്ലാ പ്രക്രിയകളെയും മൊത്തത്തിൽ പറയുന്നതാണല്ലോ ഹരിതഗൃഹ പ്രഭാവം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഹരിതഗൃഹ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രഭാവമുള്ളത് ഏത് വാതകത്തിനാണ്? ഉത്തരം ക്ലോറോഫ്ലൂറോ കാർബൺ. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ, മന്ത്രി, MP, MLA എന്നീ വ്യത്യസ്ത പദവികൾ വഹിച്ചിട്ടുള്ള CH മുഹമ്മദ് കോയ തൻ്റെ മരണസമയത്ത്
ഏത് പദവിയാണ് വഹിച്ചിട്ടുണ്ടായത്? ഉത്തരം ഉപമുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായത് KM മാണിയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ അംഗമായത് ആരാണ്? ഉത്തരം ഉമ്മൻചാണ്ടി. അടുത്ത ചോദ്യം, മഹാവൃക്ഷ പുരസ്കാരം നേടിയ കന്നിമര തേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാവൃക്ഷ പുരസ്കാരം നേടിയ കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ്. അടുത്തത് ഒരു കണക്കാണ്. ഒരു വരിയിൽ മിന്നുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11ാമത്തതും പിറകിൽ നിന്നുമാണെങ്കിൽ 7ാമതുമാണ് എങ്കിൽ ആ വരിയിൽ എത്ര ആളുകൾ ഉണ്ട്? ഉത്തരം 17. ഇതെങ്ങനെ ചെയ്യും? നമുക്കറിയാം, മുന്നിൽ നിന്ന് എത്രാമത് നോക്കാം, പിന്നിൽ നിന്ന് എത്രാമത് നോക്കാം. അതിൻ്റെ ഇടയിൽ എത്ര ആളുണ്ട് എന്ന് കണ്ടുപിടുക്കുക. എന്നിട്ട് ഒന്ന് കുറച്ചാൽ ഉത്തരം കിട്ടും. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ. അടുത്ത ചോദ്യം, ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? എണ്ണി നോക്കുക എത്രയുണ്ട് എന്ന്. ഉത്തരം 18. അടുത്ത ചോദ്യം, ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റേൺ തുടർന്നാൽ 21ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ ഏത്? ഈ പാറ്റേൺ തുടർന്നാൽ 21ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ എത്രയാണ്? ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് 21 ആണ് പറഞ്ഞത്. 20 × 3 ചെയ്യുക, അപ്പോൾ 60 കിട്ടും. +1, ഉത്തരം 61. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരം നിസ്സഹരണ പ്രസ്ഥാനം. ഉത്തരം നിസ്സഹരണ പ്രസ്ഥാനം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. CH പ്രതിഭാക്യൂസ് എന്നതിലെ CHൻ്റെ പൂർണ്ണരൂപം എന്താണ്? CHൻ്റെ പൂർണ്ണരൂപം. ഉത്തരം ചെറിയ കണ്ടി മുഹമ്മദ് കോയ എന്നാണ് CH മുഹമ്മദ് കോയയുടെ മുഴുവൻ പേര്. ചെറിയ കണ്ടി. അടുത്ത ചോദ്യം, ഈ വർഷത്തെ സമാധാന നോബൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം മരിയ കൊറീന മച്ചാഡോ. അടുത്ത ചോദ്യം, മലയാളത്തിലെ എഴുതപ്പെട്ട ആദ്യ നോവലായി കണക്കാക്കപ്പെടുന്നത് അപ്പു നെടുങ്ങാടിയുടേതാണ്. ഏതാണ് ഈ നോവൽ? ഉത്തരം കുന്തലത. ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. അടുത്ത ചോദ്യം, ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് തകഴിയുടെ ആത്മകഥയാണ്. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.